ഹലോ. അപ്പോൾ ഞാൻ കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ നീട്ടി വെച്ചുകൊണ്ടിരുന്നൊരു കാര്യമായിരുന്നു തുടരും കാണാൻ പോകണമെന്ന്. എൻ്റെ എക്സാംസൊക്കെ കാരണം അത് ഭയങ്കരമായിട്ട് ലേറ്റായിപ്പോയി. ആക്ച്വലി ഞാനിപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് വീക്ക് ഡൽഹിയിൽ പോയി എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ തുടരും കാണാൻ ഇത്ര ലേറ്റായിപ്പോയത്. പിന്നെ ഞാൻ കരുതി ലേറ്റായാലും കുഴപ്പമില്ല, തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന്. എനിവേയ്സ് അതൊക്കെ വിട്. ഈ കണ്ണെഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ട പരിപാടിയാണ്. ഒരു 10 വട്ടമെങ്കിലും മായ്ച്ച് തുടച്ചൊക്കെയാണ് ഞാനൊന്ന് കണ്ണൊക്കെ എഴുതുന്നത്. പിന്നെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് ഒരു പൊട്ട് വിട്ട് വളയും വാച്ചും ഒക്കെ ഇട്ട് ഞാൻ പതിയെ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി. ഇന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു സിനിമ കാണാൻ പോയത്. പിന്നെ ബസ്സിൽ കയറി ടിക്കറ്റൊക്കെ എടുത്ത് നേരെ പത്തനാപുരത്ത് ആശീർവാദിലായിരുന്നു പോയത്. 2:30ക്കുള്ള ഷോയ്ക്ക് ഞാനവിടെ 1:45 തന്നെ ചെന്നു. പിന്നെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. അകത്ത് കയറി. പോകാൻ ഇത്ര ലേറ്റ് ആയതുകൊണ്ടാവും അധികം ആൾക്കാരും ഉണ്ടായിരുന്നില്ല. ആദ്യം തന്നെ മോഹൻലാലിൻ്റെ ഒരു വീഡിയോ ഒക്കെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങളായിട്ട് മോഹൻലാൽ ചെയ്തു വെച്ച ഒരുപാട് അടിപൊളി വേഷങ്ങളൊക്കെ ആ സ്ക്രീനിലൂടെ നമുക്ക് കാണാൻ പറ്റി. പിന്നെ തുടരും മൂവിനെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. പടം അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഇത് തിയേറ്ററിൽ വന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയേനെ. അങ്ങനെ പിന്നെ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പം അത്രേ ഉള്ളൂ. ബായ്.